പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഫ്താർ സ്നാക്കായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്, അടിപൊളി സ്നാക്കാണ്. വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കുക. ഈസി പീസി റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റംസാനിലും അല്ലാതെയും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/2 കിലോൻ്റെ ഉള്ളിലായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് എത്രയാണ് നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മൾക്ക് ചിക്കൻ എടുക്കാം. സ്നാക്ക് ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചിക്കൻ എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, ഗാർലിക് പൗഡർ 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ ആൻഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കസൂരി മേത്തി, ഒറിഗാനോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ റംസാന് എല്ലാവരും സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാറില്ലേ, കൊടുത്തു കൊണ്ടു പോകാറില്ലേ. അപ്പോൾ അതിനൊക്കെ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഓപ്ഷനാണ്. കാണാനും നല്ല മൊഞ്ചുള്ള സ്നാക്കാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റിയുമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു വെറൈറ്റി പുതിയ ഡേയ്സ് കടന്നു പോകുന്തോറും നമുക്ക് പുതിയ റെസിപ്പീസാണ് നമ്മളെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആ ചിക്കൻ അവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഇനി കുനാഫ ഡോ ആണ്. അപ്പോൾ കുനാഫ ഡോ എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കുനാഫ ഡോ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്കൊന്ന് മാറ്റി ഈ ഒരുമിച്ചുള്ളത് ഒന്ന് വേറെ ആക്കി കൊടുക്കുക. എല്ലാതും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളൊന്നും ഞാൻ ഇതിന് എടുക്കുന്നില്ല, ഒരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോക്കിയിട്ട് ആവശ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ഹാഫ് പോർഷൻ ആദ്യം എടുത്തു. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ചു. അതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ ഒരു പീസ് എടുത്ത് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുക, റോൾ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഈസി. ഇതിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇതിനി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നു. ഒന്നും ആവില്ല കേട്ടോ. ഇപ്പോൾ അടുത്തത് നോക്കിക്കോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ കുറച്ച് നീളത്തിലുള്ളൊരു കുനാഫ എടുത്തിട്ട് അതിനൊന്ന് ചുറ്റുന്നത് പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനേ ഇല്ല. അല്ലെങ്കിലും ഒന്നും പേടിക്കാനില്ല. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ല പാങ്ങിൽ നമ്മൾക്കത് കിട്ടും. നല്ല പാങ്ങിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾക്കില്ലേ റംസാൻ തീരുന്നത് വരെ നമ്മൾക്ക് 1 മാസത്തേക്ക് വേണമെങ്കിലും നമുക്കിത് ഫ്രീസ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. സിബ്ലോ കവറിൽ ഇതുപോലെ ഞാൻ ചെയ്തതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ സിബ്ലോ കവറിലോ ബോക്സിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നും ആവില്ല. ഒട്ടിപ്പോകാനോ പൊട്ടിപ്പോകാനോ ഒന്നും തന്നെ ആവാൻ പോകുന്നില്ല. അത്ര പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരുടെ മുമ്പിലും നമുക്കിത് ചെയ്തിട്ട് സ്റ്റാർ ആവാം. അത്രയും നല്ല ടേസ്റ്റുമാണ്. കഴിക്കാനൊരു പുതുമയോട് കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നവരും കൊടുക്കുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും, അത് ഷുവറാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എല്ലാതും ഞാൻ കുറച്ച് ഭാഗം ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നത്. ബാക്കി ഞാൻ റംസാന് വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കും. കാരണം അത്രയും നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിലിപ്പോൾ ഞാൻ ചിക്കൻ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ചിക്കന് മസാലയൊക്കെ തേച്ചിട്ട് വെച്ചത്. ഇതിലിപ്പോൾ നമ്മൾക്ക് ഓരോരാളെ ഐഡിയാസിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മസാല ചിക്കനോ ബീഫോ ഫിഷോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾക്കതൊന്ന് ആ മസാല ഒന്ന് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കുക, റോൾ ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പുതിയ പുതിയ റെസിപ്പീസ് ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ. ഓരോ ആൾക്കാർക്കും ഓരോ ഐഡിയാസ് വരുന്നതല്ലേ. ഓരോ പുതിയ റെസിപ്പി ഇറങ്ങുന്നതിനും ഒരു കാരണം അതല്ലേ, ഓരോരാളുടെ ഐഡിയാസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൽ വേറെ ഏതാണോ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്